എന്തിനെതിരെ? ഇൻജസ്റ്റിസ്, അനീതിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട്, യുണൈറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ബോബ് ഡൈലൻ വിളിക്കുന്നതാണ്. അതാണ് ഈ ഒരു സോങ്ങിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു സോങ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സോങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇത് ഒരു മൈനോറിറ്റിയുടെ ഒരു സോങ് ആണ്. അല്ലെങ്കിൽ അവർ റൂളിങ്ങിനെതിരെ, അല്ലെങ്കിൽ എന്താണ് അവരെ ഒപ്രസ് ചെയ്യുന്ന ആളുകൾക്കെതിരെ, അല്ലെങ്കിൽ അവിടെയുള്ള ഇൻജസ്റ്റിസിന് എതിരെ സംസാരിച്ചു കൊണ്ടുള്ള ഒരു സോങ് ആണ് ഇത്. ഇതിന് നമുക്ക് എന്താണ് ആന്തം ഫോർ ദ ഒപ്രസ്ഡ് ഡൗൺ ട്രോഡൻ യങ് പീപ്പിൾ എന്ന് പറയാം. ഒപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള യങ് പീപ്പിളിൻ്റെ ആന്തമായിട്ടും, അതുപോലെ തന്നെ ഒപ്രസേഴ്സ്, അവരെ അടിച്ചമർത്തുന്നവർക്കെതിരെ ഒരു വാണിംഗ് ആയിട്ടും, അല്ലെങ്കിൽ അബ്യൂസേഴ്സിനെതിരെ ഒരു വാണിംഗ് ആയിട്ടും എന്താണ് ഈ ഒരു സോങ്ങിനെ നമുക്ക് എന്താണ് വിശേഷിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സോങ്ങിലൂടെ പോകാം. ഇതിലെന്താണ്, ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ് എന്നാണ് നമ്മുടെ ഈ ഒരു സോങ്ങിൻ്റെ, ഈ ഒരു നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു വർക്കിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. Come, gather round people wherever you roam, and admit that the waters around you have grown, and accept it that soon you will be drenched to the bone. If your time to you is worth saving, then you better start swimming, or you will sink like a stone, for the times they are changing. He is calling people, Bob Dylan is calling people to unite. എന്തിനാണ് വിളിക്കുന്നത്? Come, gather round people wherever you roam. നിങ്ങൾ എവിടേക്കാണ് റോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടേക്കാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെല്ലാവരും ഗ്യാദർ ചെയ്യുന്ന എല്ലാവരോടും എന്താണ് റോം ചെയ്ത് അവിടെയും ഇവിടെയൊക്കെ ഉള്ള എല്ലാവരോടും എന്താണ് യുണൈറ്റഡ് ആവാൻ പറയുകയാണ്. എന്തിനാണ് യുണൈറ്റഡ് ആവുന്നത്? ജനങ്ങളോട് യുണൈറ്റഡ് ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നത് എന്തിനാണ്? ടു റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു റിയാക്ട് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസിനെതിരെ അല്ലെങ്കിൽ അനീതിക്കെതിരെ എന്താണ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അഡ്മിറ്റ് ദാറ്റ് ദ വാട്ടേഴ്സ് അറൗണ്ട് യു ഹാവ് ഗോൺ ആൻഡ് ആക്സെപ്റ്റ് ഇറ്റ് ദാറ്റ് സൂൺ യു വിൽ ബി ഡ്രെഞ്ച്ഡ് ടു ദ ബോൺ. എന്താണ് നിങ്ങൾക്ക് ചുറ്റും എന്താണ്? ആൻഡ് അഡ്മിറ്റ് ദാറ്റ് ദ വാട്ടേഴ്സ് അറൗണ്ട് യു ഹാവ് ഗ്രോൺ, നിങ്ങൾക്ക് ചുറ്റും എന്താണ്? വെള്ളം എന്താണ്? വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ വാട്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളമല്ല. നമ്മൾ ആ ലൈനിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ അങ്ങനെ തോന്നും. പക്ഷേ എന്താണ് വാട്ടേഴ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻജസ്റ്റിസ് ആണ്, അനീതിയാണ്. അനീതി എന്ന് പറയുമ്പോൾ റേസിസം, പോവേർട്ടി, അങ്ങനെ പല രീതിയിലും എന്താണ് അവിടെ ഇൻജസ്റ്റിസ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് എന്താണ് ആ ഒരു സൊസൈറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെതിരെ എന്താണ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകളെ അദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയം നമ്മൾ പറഞ്ഞു 1963 വരുന്നത്. അപ്പം ഈ ഒരു സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്, അമേരിക്കയിലെ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്, ആ ഒരു ഹിപ്പി മൂവ്മെൻറ്റിൻ്റെയൊക്കെ ആ ഒരു സമയത്താണ് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൽ ഇവരെ ഇൻജസ്റ്റിസ് എന്താണ് നമുക്ക് അവർക്ക് ചുറ്റും എന്താണ് ഒരുപാട് തരത്തിലുള്ള അനീതികൾ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളെ അദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ഇൻജസ്റ്റിസ് ഈസ് ഗ്രോയിങ്, അല്ലെങ്കിൽ അനീതിയാണ് എന്താണ് അവർക്ക് ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്നത്, അതിനെതിരെ റിയാക്ട് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് ആക്സെപ്റ്റ് ഇറ്റ് ദാറ്റ് സൂൺ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ചുറ്റും എന്താണ് അനീതി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? യു വിൽ ബി ഡ്രെഞ്ച്ഡ് ടു ദ ബോൺ, യു വിൽ ബി കംപ്ലീറ്റ്ലി വെറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. യു വിൽ ബി ഡ്രെഞ്ച്ഡ് ടു ദ ബോൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ആ വെള്ളത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ അനീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫുള്ളായിട്ട് എന്താണ് വെറ്റാവും എന്നാണ് പറയുന്നത്. ഇഫ് യുവർ ടൈം ടു യു ഈസ് വർത്ത് സേവിങ്, ദെൻ യു ബെറ്റർ സ്റ്റാർട്ട് സ്വിമ്മിങ്, ഓർ യു വിൽ ബി സിങ്ക് ലൈക്ക് എ സ്റ്റോൺ, ഫോർ ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ്. അപ്പോൾ എന്താണ് ഇഫ് യുവർ ടൈം ടു യു ഈസ് വർത്ത് സേവിങ്, അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു അനീതി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഈ ഒരു സമയം എന്തൊരു സമയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ട സമയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ? നിങ്ങൾ ബെറ്റർ സ്റ്റാർട്ട് സ്വിമ്മിങ്, നിങ്ങളെന്താണ് സ്വിമ്മിങ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ സ്വിമ്മിങ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിയാക്ട് ടു ഇൻജസ്റ്റിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻജസ്റ്റിസ്, അനീതിക്കെതിരെ റിയാക്ട് ചെയ്യുമെന്നാണ്
പോയിട്ട് ബോബ് ഡൈലനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബോബ് ഡൈലൻ പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ അഡ്മിറ്റ് ആയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ അത് അഡ്മിറ്റ് ആയെങ്കിൽ, ഇൻജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന്, നിങ്ങൾക്ക് ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം തന്നെ എന്താണ്? യു ബെറ്റർ സ്റ്റാർട്ട് സ്വിമ്മിങ്, യു ഷുഡ് റിയാക്ട് ടു ദ ഇൻജസ്റ്റിസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിലോ, ഓ യു വിൽ സിങ്ക് ലൈക്ക് എ സ്റ്റോൺ ഫോർ ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? യു വിൽ സിങ്ക് ലൈക്ക് എ സ്റ്റോൺ. നിങ്ങൾ ഒരു ആഴമുള്ള അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ എന്താണ് താഴ്ന്നു പോകുന്ന ഒരു കല്ലിനെ പോലെ നിങ്ങൾ എന്താണ് അതിൽ താഴ്ന്നു പോകും, സിങ്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സിങ്ക് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യണം. സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ റിയാക്ട് ചെയ്യണം, ഇൻജസ്റ്റിസിനെതിരെ റിയാക്ട് ചെയ്യണം. അങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ സിങ്ക് ലൈക്ക് എ സ്റ്റോൺ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാശം സംഭവിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്, ബോബ് ഡൈലൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കുക. കം റൈറ്റേഴ്സ് ആൻഡ് ക്രിറ്റിക്സ് ഹു പ്രൊഫസൈസ് വിത്ത് യുവർ പെൻ ആൻഡ് കീപ് യുവർ ഐസ് വൈഡ്, ദ ചാൻസ് വോണ്ട് കം അഗെയിൻ. And don't speak too soon, for the wheel's still in spin, and there is no telling who that it's naming. For the loser now will later to win, for the times they are changing. എന്താണ്? Come writers and critics. റൈറ്റേഴ്സിനെയും ക്രിറ്റിക്സിനെയും ഒക്കെ വിളിക്കുകയാണ്. ഈസ് കോളിംഗ് റൈറ്റേഴ്സ് ആൻഡ് ക്രിറ്റിക്സ്, എഴുത്തുകാരെയും വിമർശകരെയും വിളിക്കുകയാണ്. എന്തിനാണ്? ഹു പ്രൊഫസൈസ് വിത്ത് യുവർ പെൻ. അവരെന്താണ്? അവരുടെ തൂലിക കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പെന്ന് കൊണ്ട് എന്താണ്? പ്രൊഫസൈസ് ചെയ്യുന്നവരാണ് റൈറ്റേഴ്സും ക്രിറ്റിക്സും ഒക്കെ, അല്ലേ? അപ്പോൾ ആ ഒരു പെന്ന് കൊണ്ട് എന്താണ്? അവരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. എന്താണ്? കീപ് യുവർ ഐസ് വൺ. എന്താണ്? വളരെ അറ്റൻറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഐസ് വെക്കുക, നിങ്ങൾ വളരെ അറ്റൻറ്റീവായിരിക്കുക. ദ ചാൻസ് വോണ്ട് കം അഗെയിൻ. അപ്പോൾ എന്താണ്? ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന അനീതിക്കെതിരെ റിയാക്ട് ചെയ്യേണ്ട ഒരു സമയമാണിത്. അപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇനി നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം ഇല്ല. അപ്പോൾ എന്താണ്? ദ ചാൻസ് വോണ്ട് കം അഗെയിൻ. ചാൻസ് ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം എന്ത് ചെയ്യുക? ആൻഡ് ഡോണ്ട് സ്പീക്ക് ടു സൂൺ, ഫോർ ദ വീൽ സ്റ്റിൽ ഇൻ സ്പിൻ. അപ്പോൾ എന്താണ്? പിന്നീടത്തേക്ക് എന്താണ്? ഒന്നും മാറ്റി വെക്കരുത്. നിങ്ങളിപ്പോൾ തന്നെ എന്താണ്? നിങ്ങളുടെ പെൻസ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഐസൊക്കെ വളരെ അറ്റൻറ്റീവായിട്ട് നിങ്ങളും റിയാക്ട് ചെയ്യുക. ഒന്നും എന്താണ്? സമയം എന്താണ്? ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നതല്ല, അല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താ സംസാരിച്ചു കൊള്ളുക. ഫോർ ദ വീൽ സ്റ്റിൽ ഇൻ സ്പിൻ. എന്താണ് വീൽ സ്റ്റിൽ ഇൻ സ്പിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീൽ ഓഫ് ടൈം ഈസ് മൂവിങ്, അല്ലേ? സമയത്തിൻ്റെ ചക്രം എന്താണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നീടത്തേക്ക് സംസാരിക്കുക അല്ലെങ്കിൽ പിന്നീടത്തേക്ക് റിയാക്ട് ചെയ്യുക എന്ന് കരുതി നമ്മൾ ഒന്നും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക അല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെന്താണ്? പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുക. ആൻഡ് ദർ ഈസ് നോ ടെല്ലിങ് ഹൂ ദാറ്റ് ഇറ്റ്സ് നെയിമിങ്, ഫോർ ദ ലോസർ നൗ വിൽ ലേറ്റർ ടു വിൻ, ഫോർ ദ ടൈംസ് ദർ ഈസ് ചേഞ്ചിങ്. അപ്പോൾ എന്താണ്? ദർ ഈസ് നോ ടെല്ലിങ് ഹൂ ദാറ്റ് ഇറ്റ്സ് നെയിമിങ്, ഫോർ ദ ലോസർ നൗ വിൽ ലേറ്റർ ടു വിൻ, ഫോർ ദ ടൈംസ് ദർ ഈസ് ചേഞ്ചിങ്. അപ്പോൾ എന്താണ്? ഇപ്പോൾ എന്താണ്? ലോസ് ആയിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ നഷ്ടത്തിലായിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ പരാജയത്തിലായിരിക്കുന്നവർ, അപ്പം അവരെന്താണ്? വീണ്ടും അല്ലെങ്കിൽ പിന്നീട് എപ്പോഴും എന്താണ്? വിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പരാജയപ്പെട്ടാലും എന്താണ്? നമ്മൾ പിന്നീട് എന്താണ്? വിൻ ചെയ്യും. ഫോർ ദ ലോസർ നൗ വിൽ ലേറ്റർ ടു വിൻ, ഫോർ ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ്. കാരണം എന്താണ്? സമയം എന്താണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. കം senators, congressmen, please heed the call. Don't stand in the doorway, don't block up the hall. For he that gets hurt will be he who has stalled. There is a battle outside and it is raging. Come senators, congressmen. Is addressing senators. ഇവിടെ സെനറ്റേഴ്സിനെയും അതുപോലെ തന്നെ ആൻഡ് ദോസ് ഇൻവോൾവ് ഇൻ ഗവൺമെൻറ് അഫയേഴ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോൺഗ്രസ്മെൻ, അതാണ് കോൺഗ്രസ്മെൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെനറ്റേഴ്സ്, കോൺഗ്രസ്മെൻ അവരൊക്കെ എന്താണ്? വിളിക്കുകയാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അഫയേഴ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലേ? അവരെന്തിനാണ് വിളിക്കുന്നത്? പ്ലീസ് ഹിയർ ദ കാൾ. എൻ്റെ കാളൊന്നും നിങ്ങൾ എന്താണ്? കേൾക്കൂ. ഡോണ്ട് സ്റ്റാൻഡ് ഇൻ ദ ഡോർവേ, ഡോണ്ട് ബ്ലോക്ക് അപ്പ് ദ ഹാൾ, ഫോർ ഹി ദാറ്റ് ഗെറ്റ്സ് ഹേർട്ട്. എന്താണ്? നിങ്ങൾ ഒരിക്കലും എന്താണ്? ഡോർവേയിൽ, വാതിൽക്കലൊരു തടസ്സമായി നിൽക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഹാളിലൊരു ബ്ലോക്കായി നിൽക്കരുത്. ഫോർ ഹി ദാറ്റ് ഗെറ്റ്സ് ഹേർട്ട്. കാരണം പ്രതികരിക്കുന്നവർക്ക് അതെന്താണ്? മുറിവുണ്ടാക്കും.
കാരണം ഇൻജസ്റ്റിസിനെതിരെ പ്രതികരിക്കുന്ന യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യങ് ജനറേഷൻ ഉണ്ട് ഇവിടെ. അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അത് അവർക്ക് വേദന നൽകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡോർവേയിൽ നിൽക്കരുത്, അല്ലെങ്കിൽ ഹാളിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിൽക്കരുത്. പ്രതികരിക്കുന്നവർ പ്രതികരിക്കട്ടെ. വിൽ ബി ഹി ഹു ഹാസ് സ്റ്റാർഡ് ദെർ ഇസ് എ ബാറ്റിൽ ഔട്ട്സൈഡ് ആൻഡ് ഇറ്റ് ഈസ് റേഗിങ്. വിൽ ബി ഹി ഹു ഹാസ് സ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്ഡ് ഫങ്ഷനിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബ്ലോക്കായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഡോർവേയിൽ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് റിയാക്ട് ചെയ്യുന്ന യങ്സ്റ്റേഴ്സിന്, ഇൻജസ്റ്റിസിനെതിരെ റിയാക്ട് ചെയ്യുന്ന യങ്സ്റ്റേഴ്സിന് അവരുടെ ആ ഒരു ഫങ്ഷനിങ് സ്റ്റോപ്ഡ് ആവും. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു വേദനയായി അല്ലെങ്കിൽ ഒരു തടസ്സമായി നിൽക്കരുതെന്നാണ് പറയുന്നത്. ദർ ഈസ് എ ബാറ്റിൽ ഔട്ട്സൈഡ് ആൻഡ് ഇറ്റ് ഈസ് റേഗിങ്. ദർ ഈസ് എ ബാറ്റിൽ ഔട്ട്സൈഡ്. ബാറ്റിൽ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? യങ്സ്റ്റേഴ്സിൻ്റെ ബാറ്റിലാണ് അല്ലേ. യങ്സ്റ്റേഴ്സ് ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ദ പ്രൊട്ടസ്റ്റ്. യങ്സ്റ്റേഴ്സ് അവരുടെ തുടങ്ങിക്കഴിഞ്ഞു. ആൻഡ് ദേ ആർ സ്ട്രോങ്ലി റിവോൾട്ടിങ് അഗെയിൻസ്റ്റ് കറപ്ഷൻ അല്ലേ. അവർ കറപ്ഷനെതിരെ സ്ട്രോങ്ലി റിവോൾട്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് ദർ ഇസ് എ ബാറ്റിൽ എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് നടത്തുന്ന പ്രൊട്ടസ്റ്റിനെയാണ് ഇവിടെ ബാറ്റിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻജസ്റ്റിസിനെതിരെ യങ്സ്റ്റേഴ്സ് ബാറ്റിൽ ചെയ്യാണ്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. ആൻഡ് ഇറ്റ് ഈസ് റാഗിങ്. ഇറ്റ് ഈസ് റാഗിങ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഉഗ്രമാണ്, അല്ലെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിവോൾട്ടാണ്. It will soon shake your windows and rattle your walls for the times they are changing. അപ്പോൾ ആ ഒരു ബാറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റ് നിങ്ങളുടെ വിൻഡോസിനെ ഷേക്ക് ചെയ്യാൻ മാത്രം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ആൻഡ് റാറ്റിൽ യുവർ വാൾസ്, നിങ്ങളുടെ വാൾസിനെ റാറ്റിൽ ചെയ്യാൻ മാത്രം സ്ട്രോങ് ആണ്. ഫോർ ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ്. ടൈംസ് ചേഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. സമയം ചേഞ്ച് ചെയ്യാനുള്ളതാണ്. കം mothers and fathers throughout the land, and don't criticize what you can't understand. Your sons and your daughters are beyond your command. Your old road is rapidly again. പിന്നെ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ആരെയാണ്? മദേഴ്സിനെയും ഫാദേഴ്സിനെയാണ്. കം മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ത്രൂ ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡോണ്ട് ക്രിട്ടിസൈസ്. മദേഴ്സിനോട് ഫാദേഴ്സിനോട് എന്താണ് പറയുന്നത്? കം മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ത്രൂ ഔട്ട് ദ ലാൻഡ്. എല്ലാ മദേഴ്സിനോടും ഫാദേഴ്സിൻ്റെ അടുത്തും പറയാണ്, എല്ലാവരുടെ അടുത്തായിട്ട് പറയാണ്, ഡോണ്ട് ക്രിട്ടിസൈസ് യുവർ സൺസ് ആൻഡ് ഡോക്ടേഴ്സ്. നിങ്ങളുടെ സൺസിനെയും ഡോക്ടേഴ്സിനെയും ക്രിട്ടിസൈസ്, വിമർശിക്കരുത്. വൈ യു കാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് അവരെ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും അവരെ വിമർശിക്കരുത് എന്നാണ് പറയുന്നത്. ദേ ആർ ബിയോണ്ട് യുവർ കമാൻഡ്. അവർ നിങ്ങളുടെ കമാൻഡുകൾക്ക് അപ്പുറത്താണ് ഇന്ന്. യുവർ ഓൾഡ് റോഡ് ഈസ് റാപ്പിഡ്ലി അഗെയിൻ. നിങ്ങളുടെ ഓൾഡ് റോഡ്, അല്ലെങ്കിൽ നിങ്ങൾ പഴയ ആളുകളാണ്. നിങ്ങളുടെ ആ ഓൾഡൻ ഡേയ്സ് ഗോൺ. ഓൾഡൻ ഡേയ്സ് ആർ ഗോൺ. അവ പോയി കഴിഞ്ഞു. ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് അല്ലേ, പുതിയ സമയമാണ്. പ്രസൻറ്റ് ടൈംസ് ആർ നൗ ആൻഡ് ഷുഡ് ബി അപ്രോച്ച് വിത്ത് എ ന്യൂവർ തോട്ട്, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് തോട്ട്, ഒരു പുതിയ ചിന്തയോട് കൂടി വേണം അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ നിങ്ങൾ നേരിടാൻ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിമർശിക്കരുത്. അവർ ചെയ്യുന്നത് അവരുടെ ശരികളാണ്. അതിന് തടസ്സമായി നിങ്ങൾക്ക് മാറരുതെന്നാണ് പറയുന്നത്. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ന്യൂ വൺ ഇഫ് യു കാൺ ലാൻഡ് യുവർ ഹാൻഡ് ഫോർ ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ്. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് the new one if you can't lend your hand for the times they are changing എന്ന് പറഞ്ഞാൽ ഈ ബോബ് ഡൈലൻ ആരെയും തന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല. എല്ലാവരോടും ഇൻജസ്റ്റിസിനെതിരെ സ്റ്റാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യല്ല. എന്താ പറയുന്നത്? പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ന്യൂ വൺ. നിങ്ങൾക്ക് ഈ ഇൻജസ്റ്റിസിനെതിരെ റിയാക്ട് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ വഴിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ന്യൂ വൺ. ആ ഒരു പുതിയ വഴിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ഇഫ് യു കാൺ ലാൻഡ് യുവർ ഹാൻഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹാൻഡ് കൊടുത്തിട്ട് അസിസ്റ്റ് ചെയ്യാൻ അവരെ കഴിയില്ല എങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ തടസ്സമായി മാറാതിരിക്കുക. ഫോർ ദ ടൈംസ് ദേ ആർ ചേഞ്ച്. ടൈംസ് ആർ ഗോയിങ് ടു ചേഞ്ച് അല്ലേ. സമയം മാറേണ്ടതാണ്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദ ലൈൻ ഇറ്റ് ഈസ് ഡ്രോൺ, ദ കേഴ്സ് ഇറ്റ് ഈസ് കാസ്റ്റ്, ദ സ്ലോ വൺ നൗ വിൽ ലേറ്റർ ബി ഫാസ്റ്റ്. കാരണം എല്ലാം നമുക്ക് ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വരയിലൂടെ തന്നെയല്ല നമ്മൾ പോകുന്നത്. എല്ലാ സമയവും മാറിക്കൊണ്ടേ ഇരിക്കും. ദ സ്ലോ വൺ
നൗ വിൽ ലേറ്റർ ബി ഫാസ്റ്റ്. ഇപ്പോൾ സ്ലോ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, പിന്നീട് ഫാസ്റ്റായി മാറും, ലേറ്റർ ഫാസ്റ്റായിട്ട് മാറും. ആസ് എ പ്രസൻറ്റ് നൗ വിൽ ലേറ്റർ ബി പാസ്റ്റ്. അതുപോലെ തന്നെ പ്രസൻ്റ് ആണ്, ഇന്ന് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നാളെ പാസ്റ്റായി മാറും അല്ലേ. ഇന്ന് ഇത് നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതെന്താണ്, പ്രസൻ്റ് ആണ്. പക്ഷെ അതെന്താണ്, പിന്നീട് അത് പാസ്റ്റായിട്ട് മാറും. എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ച് ഈസ് ഇന്നവിറ്റബിൾ ഇൻ ലൈഫ് അല്ലേ. സോ ചേഞ്ച് ഈസ് ഇന്നവിറ്റബിൾ അല്ലേ. ചേഞ്ച് എന്താണ്, ഇന്നവിറ്റബിൾ ആണ്, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ദ ഓർഡർ ഈസ് റാപ്പിഡ്ലി ഫെയ്ഡിങ്. ഈ ഒരു ഓർഡർ എന്താണ്, റാപ്പിഡായിട്ട് ഫെയ്ഡ് ആവും. അപ്പോൾ ഈ ഒരു ലൈനിൽ കാണുന്നത് ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഫ്യൂച്ചർ, അല്ലെങ്കിൽ ബോബ് ഡൈലൻ്റെ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഫ്യൂച്ചറാണ് നമുക്കിത് കാണാൻ കഴിയും. അദ്ദേഹം വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഫ്യൂച്ചറിനെ നോക്കി കാണാനാണ്. ആൻഡ് ദ ഫസ്റ്റ് വൺ നൗ വിൽ ലേറ്റർ ബി ലാസ്റ്റ്. ഇന്ന് ഫസ്റ്റ് ആയിരിക്കുന്നത് നാളെ അല്ലെങ്കിൽ ലേറ്റർ ലാസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ദ പ്രസൻറ്റ് വിൽ ബി ഓവർടേക്കൺ ബൈ ഫ്യൂച്ചർ അല്ലേ. ഈ ഒരു പ്രസൻറ്റിനെ ഫ്യൂച്ചർ ഓവർടേക്ക് ചെയ്യും. അപ്പോൾ അവിടെയും എന്താണ്, ചേഞ്ചസ് വരികയാണ്. ഫോർ ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ്. ഫോർ ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ് നമുക്ക് എല്ലാ സ്റ്റാൻസയിലും റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ ലൈൻ വരുന്നതിനെയാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയുന്നത്. REFRAIN. ഇതിൽ പറയുന്നത് എന്താണ്, സമയം മുന്നോട്ട് പോകുന്തോറും എന്താണ്, നമ്മൾ മാറേണ്ടതുണ്ട് അല്ലേ. എല്ലാം മാറിക്കൊണ്ടിരിക്കും സമയം മാറുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മളും എന്താണ്, മാറേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ്. പിന്നെ ബോബ് ഡൈലൻ ഈ ഒരു സോങ്ങിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് എല്ലാം തന്നെ നോക്കിക്കാണുന്നത്. ഭാവിയെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് ബോബ് ഡൈലൻ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒപ്രസേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു വാർണിംഗ് ആയിട്ട് നമുക്ക് ഈ ഒരു സോങ്ങിനെ കാണാൻ കഴിയും. അതുപോലെ തന്നെ എന്താണ്, ഒപ്രസറിൻ്റെ ഒരു ആന്തമായിട്ട് നമുക്ക് ഈ ഒരു സോങ്ങിനെ നോക്കിക്കാണാം. ഇനി നമുക്കിതിൻ്റെ എക്സസൈസാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.